എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ OTT-യിൽ. Come on, come on. Oh. പടം വരയ്ക്കാനാണെന്ന് പറഞ്ഞ് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാരെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇതാണോ നിന്റെ പരിപാടി? ഇത് കേരളമാണ്. അടിച്ചതിന്റെ മോന്തരം ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ പെരുമാറണം? Please, 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 please. There is no misunderstand me. There is nothing between us. മലയാളത്തിൽ പറ. No, there is nothing between. There is nothing between us. I'm stop. അയാളുടെ മുമ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ അയാൾ എനിക്ക് പണം തരുന്നത്. അപ്പൊ പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യൂ? This is my profession. ശ്രീ ഇതിൽ ഇടപെടണ്ട. സായിപ്പിന്റെ മുന്നിൽ കുളിസീൻ ചെയ്യുന്നതാണോ നിന്റെ പ്രൊഫഷൻ? നീ പെമ്പിള്ളേരെ മാത്രമേ കുളിപ്പിക്കുള്ളൂ. ഇങ്ങോട്ട് വാടാ. നിക്ക്. ഇനി നീ നന്നായിട്ടൊന്ന് കുളിക്കും, ഞാനൊന്ന് വരയ്ക്കട്ടെ. പോയി തുണി കൊടുക്ക. പോയി തുണി കൊടുക്ക. ആയില്ലേ? ഒരു പ്രാവശ്യമൊക്കെ കണ്ടാ മതി. ബാക്കിയൊക്കെ നീ മനസ്സിൽ സങ്കല്പിച്ചൊക്കെ വരച്ചാ മതി. നിന്റെ ഇറ്റാലിയൻ നമ്പർ ഒന്നും ഇവിടെ ചെലവാകത്തില്ല കേട്ടോ. സായിപ്പാള് ശരിയല്ല, സായിപ്പാള് ശരിയല്ല. അവന്റെ ഉദ്ദേശം വേറെയാ. അല്ലെങ്കിൽ ഈ മലയാളി പെൺകുട്ടികളെ കാണുമ്പോ ഈ സായിപ്പ്മാർക്ക് പണ്ട് മുതലേ ഒരു പ്രത്യേക താല്പര്യമാണ്. എന്ത് മനസ്സിലാക്കിയ വെറുതെ പാവത്തിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ലേഡി ആൻഡ് പാത്ത് എന്ന ചിത്രമാണ് അയാളിനെ മോഡലാക്കി വരയ്ക്കുന്നത്. വെറുതെ ഇങ്ങനെ ശല്യം ചെയ്ത് എന്റെ ചാൻസ് കളയരുത്. എന്തെങ്കിലും ചെയ്യ്. Shilpa, I am the brush and you are the canvas. E brush canvas join Cheda, famous painting in the world, Piraku. Look at that star, that one over there. Hey, it's beautiful. And that star is just like you. Excuse me, ഞാൻ ജോർജ് വിലങ്ങപ്പാറ.
ഒരു പെയിന്ററാണ്. ഹായ്. ഹലോ സർ. ഹലോ. ഹലോ. നിങ്ങളെ കുറിച്ച് കൊട്ടാരത്തിൽ നിന്നാണ് ഞാൻ കേട്ടത്. പിന്നെ കീഴ്പ്പാടൻ തിരുമേനിയും പറഞ്ഞു. ആ, ഇത് ഞാൻ വരച്ച പെയിന്റിങ്ങുകളാണ്. ഇതിലൊന്ന് നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഞാൻ വന്നത്. അതെയോ? Beautiful. സൂക്ഷിച്ച് ഓ വൗ. നോക്കിക്കോളൂ. Nice. Really wonderful. To tease you, I want to please you, I want to show you. Silva. Hey Silva, what happened? വേണ്ട, മനസ്സിലായി നിങ്ങളുടെ തനി സ്വഭാവം. ആരാ അവള്? ആ മദാമ. Oh, she was my girlfriend in Italy. എത്ര നിസ്സാരമായി പറഞ്ഞു ഗേൾഫ്രണ്ട് എന്ന്. We lived together 1 year. അത് ശരി. അപ്പൊ ഒന്നിച്ചായിരുന്നു താമസം. എന്നിട്ടാണോ നിങ്ങൾ എന്റെ മുന്നിൽ പ്രണയ നാടകം കളിച്ചത്? നാണമല്ലേ നിങ്ങൾക്ക്? No, please cool down, Shilpa. മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ച നിങ്ങൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. We were only friends. പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ചുംബിക്കുന്നതും കിടപ്പറ പങ്കെടുത്തതോടെ ഫ്രണ്ട്ഷിപ്പ്. It's normal in Europe. It's normal. നമുക്ക് പിരിയാം. I cannot admit your culture. Hey, Shilpa, no. It's normal in Europe. Please, Shilpa, please. No, Shilpa, she's only my friend, but you're going to be my wife. Slowly, Shilpa, slowly calm down. Come on, give me your hand. Okay, slowly.
something falls down and you bend down to pick. Hey Shilpa, Nani Kenda, do it. Bend. Then somebody calling you. Okay, look there. Your final look. Yes. Hey Shilpa, wait. Don't make me run. Come on, be slow. Oh. Shilpa, I love you. Wonderful. ഹലോ ശാരി മേരി രാജേശ്വരി 3 പേര് ഹലോ ഇങ്ങോട്ട് വന്നിട്ടേ ചുടുത്തോണ്ട അതാ തങ്ക ഭസ്മ കുറി കിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച 48 അയ്യോ എന്ത് മുടിഞ്ഞ കനം പിടിച്ചപ്പോ അതാ ഒരു നമുക്ക് ഡാൻസ് കളിക്കാം കമോൺ അതിന് നാട്ടുകാരും കൂട്ടുകാരും കൂടി എനിക്കൊരു ഇരട്ടപ്പേരിട്ടു ജർമ്മൻ ഷെപ്പേർഡ് ജർമ്മൻ ഷെപ്പേർഡിന്റെ അച്ഛൻ ജർമ്മൻ ഷെപ്പേർഡ് നിലടാ ജർമ്മൻ ഷെപ്പേർഡ് നിലടാ എന്താടാ നിന്ന് കിടക്കുന്നത്? ഓ ഇവന്റെ മറ്റേ പേരാരെങ്കിലും വിളിച്ചു കാണും. എന്നെ കളിയാക്കണേ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം അവനെ എന്റെ മോനാ. ഏതെങ്കിലും മദാമ്മയെ കെട്ടാനുള്ള സൂത്രം അവനെ ഒപ്പിച്ചു കാണും. അങ്ങനെ ഒരു സൂത്രം ഒപ്പിച്ചിട്ടാണ് അമ്മയുടെ ഈ മകൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ ഉണ്ട്. ജർമ്മൻകാരിയാണോ ഇറ്റലിക്കാരിയാണോ? ജർമ്മൻ മദാമ്മയെ തന്നെ കെട്ടണം. എങ്കിലും ജർമ്മൻ ഷെപ്പേർഡ് പറയുന്നതൊക്കെ തിരിച്ചടിയാവും. എന്താടാ ഈ പറയുന്നത്? ജർമ്മൻ ഷിപ്പ്യാർഡ് വിളിച്ചു കളിയാക്കുന്ന നാട്ടുകാർക്കും കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് നിങ്ങളുടെ ഈ പപ്പു ഒരു മദാമ്മയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്. ഇനിയുള്ള നാളുകളിൽ ഞാൻ മദാമ്മയും കൂടി ജർമ്മനി, ഇറ്റലി, ആഫ്രിക്ക, ചക്ക സോക്ലിക്ക എന്നീ സ്ഥലങ്ങളിലായിരിക്കും ഞാൻ. നീ എങ്ങോട്ടെങ്കിലും വെക്കോ. കാര്യം എന്താന്ന് തെളിച്ചു പറ. ഇനി നമ്മൾ ഈ ചറ്റപ്പുരയിൽ കഴിയേണ്ടവരല്ല. ഇത് നമുക്ക് ഉപേക്ഷിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ യൂറോപ്പിന്റെ മടിത്തട്ടിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടും. പക്ഷേ അച്ഛനോട് സമ്മതിക്കണം. ഞങ്ങൾക്കൊരു എതിർപ്പില്ല മോനെ. നീ ഒരു മദാമ്മയെ കെട്ടി ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത് കാണാൻ ഞാനും നിന്റെ അച്ഛനും എന്നേ കാത്തിരിക്കുക. അതിന് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇതുവരെ ചെയ്തതുപോലെ ചെയ്തിട്ടും കാര്യമില്ല. മദാമ്മമാരെ കെട്ടണമെങ്കിലേ അവര് താമസിക്കുന്നിടത്ത് ഞാനും പോയി താമസിക്കണം. മദാമ്മമാര് വിദേശത്തല്ലേ? അതല്ല, 1-2 ആഴ്ചത്തെ ടൂർ പാക്കേജിന് വേണ്ടി റിസോർട്ടിൽ താമസിക്കാൻ എത്തുന്ന മദാമ്മമാരാണ് എന്റെ ലക്ഷ്യം. അതിന് നിന്നെ ആരെങ്കിലും റിസോർട്ടിൽ കയറ്റൂടാ? എന്റെ അച്ഛൻ കാശ് കൊടുത്ത ഏത് ചെറ്റക്ക് അവിടെ താമസിക്കാം. അച്ഛന് വരെ അതിനുള്ള കാശ് ആര് തരും? അച്ഛൻ തരണം. ഞാനോ? അതെ, ഒരാഴ്ച റിസോർട്ടിൽ താമസിക്കുന്നത് 2 ലക്ഷം രൂപയെങ്കിലും വരും. അത് ഈ വീടിന്റെ ആധാരം പണയം വെച്ച തന്നെ ധാരാളം. കിടപ്പാടം പണയം വെച്ചതിന് നിനക്ക് റിസോർട്ട് താമസിക്കണം അല്ലേടാ? എന്ത് മഹാഭാവാണ് നീ പറയുന്നേ? കേറി കിടക്കാൻ ഒരു കൂലി ഉള്ളതും കൂടി കളയണല്ലേ? ഇല്ല, മദാമ്മമാരുടെ പുറകെ കിടന്ന് ജീവിതം കളഞ്ഞു. ഇനി വീട് കൂടി കളയാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. നാട്ടുകാരും കൂട്ടുകാരും ഇരട്ടപ്പേര് വിളിയിട്ട് ഞാൻ മടുത്തു. ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഞാൻ വിദേശത്തെത്തിയേ പറ്റൂ. എന്റെ മുമ്പിൽ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. റിസോർട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു മദാമ്മയെ ചാക്കിലാക്കണം. അതിനുവേണ്ടി ഞാനത് ചെയ്തു. എന്ത്? എന്റെ കൂട്ടുകാരന്റെ പ്രൈവറ്റ് ബാങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം പണയം വെച്ച് 2 ലക്ഷം രൂപ ഞാൻ പൂവാറിലുള്ള ഐസോറഡിക്കൊക്ക എന്ന റിസോർട്ടിൽ അടച്ചു. എടാ കുടുംബദ്രോഹി, കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെങ്ങന്മാരെങ്കിലും നീ ഓർത്തോടാ. നീ എന്റെ മോനല്ല. നിന്നെ എനിക്കിനി കാണണ്ട. ആധാരം വെള്ളത്തിൽ പോകും. 2 മദാമ്മ കുട്ടിയാകാം. Who is this? Hey, what's this? ഹലോ, how are you? Get away! അതെ, Get away! I say. come on. അതെ, എന്റെ ആധാരം പണയം വെച്ച് എടുക്കാൻ വേണ്ടിട്ടാ. ഹലോ, ഇറ്റലിയാണോ ജർമ്മനിയാണോ? Leave me! Come, leave me, you idiot! He's looking so stupid. ഒന്നും പറ, ഞാൻ കാര്യം പറയട്ടെ. Go! എന്ത് കഷ്ടം. എന്റെ ആധാരം ഞാനേ ഒരു ഇങ്ങനെ വന്നേ പറയട്ടെ. You get off! Right. Come, Mary.
നാട്ടുകാരെ ചവിട്ടും കൊണ്ട് ദേ ഇപ്പൊ മാതാമയുടെ ചവിട്ടും. ഹലോ സർ. ഹലോ, നീയായിരുന്ന ഹൗ ആർ യു സർ? എന്നെയൊക്കെ പ്രേമിക്കാനായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് ഇവിടെ വരേണ്ട വല്ല ആവശ്യമുണ്ടാ?